ഹലോ, റെഡ്മി 13 ബൈ ഷവോമി. ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റെഡ്മി അതേപോലെ നോട്ട് സീരീസിൽ വരുന്ന ഫോണുകളുണ്ടല്ലോ, അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാണാനും ഏതാണ്ട് ഒരേപോലെ ഇരിക്കും എല്ലാ ഫോണും. പിന്നെ ഇതിൻ്റെ പേരും അങ്ങനെ തന്നെയാണ് നമ്പർ സീരീസിൽ. എനിവേ, ഈ ഒരു റെഡ്മി 13 എന്ന് പറയുന്ന ഫോൺ ഷവോമി പ്ലേസ് ചെയ്തിരിക്കുന്നത് 15,000 രൂപയ്ക്ക് താഴെയാണ്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള വ്യക്തമായ ഒരു ധാരണ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ അയക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരു മടി കാണിക്കരുത്. ഓക്കെ, ഇതൊരു പുതിയ ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ക്വിക്ക് അൺബോക്സിങ് കാണാം. ബോക്സിൻ്റെ ഉള്ളിൽ ഓഫ് കോഴ്സ് ഈ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട്. മഞ്ഞ കളറാകുന്ന ഒരു TPU കേസ് വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്റർ, USB ടൈപ്പ് A to Z ചാർജിങ് കേബിൾ, സിം ഇജക്റ്റിംഗ് പിന്ന്, കുറച്ച് പേപ്പേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു പ്രീ അപ്ലൈഡ് സ്റ്റിക്കർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ബാക്കിൽ ഗ്ലാസ് ആണ് വരുന്നത്. ഗോറില്ല ഗ്ലാസ് 3 ആണെന്നാണ് ഞാൻ വായിച്ചത്. എനിക്ക് ഒരു ഗ്ലാസ് ഫീലൊന്നും ഇവിടെ കിട്ടുന്നില്ല കേട്ടോ. ഒരു സബ്സ്റ്റാൻഡേർഡ് പ്ലാസ്റ്റിക് ഫീലാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഫോണിൻ്റെ ടോപ്പ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 3.5mm ഓഡിയോ ജാക്ക് കാണാം. ഇൻഫ്രാറെഡിൻ്റെ ആ ഒരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല്, USB ടൈപ്പ് C ചാർജിങ് പോർട്ട്, നോയ്സ് ക്യാപ്ചറിങ് മൈക്ക്, അത്രയും കാര്യങ്ങളാണ് താഴെ വരുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സിം ട്രേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറ്റ് എ ടൈം 2 5G സിം അല്ലെങ്കിൽ ഒരു സിം ഒരു മെമ്മറി കാർഡ് ആടാനുള്ള ഓപ്ഷനാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ 2 ക്യാമറ കട്ടൗട്ടുകൾ കാണാം. ഒരു റിംഗ് ടൈപ്പ് ഫ്ലാഷ് ലൈറ്റും കാണാം. പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് സെൽഫി ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചിന്ന്, ബോട്ടം, ആ ഒരു ബെസൽ ഉണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം നല്ലപോലെ വിസിബിൾ ആണ് കേട്ടോ. അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. നമുക്ക് IP54ൻ്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫോണിന് 205 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 205 ഗ്രാം എന്ന് പറയുമ്പോൾ വലിയൊരു ബാറ്ററി കപ്പാസിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ട. 5030 mAh ബാറ്ററി തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സാധാരണ 200 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ 6000 mAh ഒക്കെ കിട്ടാറുണ്ട്. ഇനി ഇവിടെ 5030 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറും 15 മിനിറ്റുമാണ്, 14 മിനിറ്റ് 15 മിനിറ്റാണ് 0 to 100 ഫുൾ ചാർജ് ആവാനായിട്ട് ഈ ഒരു ഫോൺ എടുക്കുന്നത്. വൺസ് ഇത് ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം 7 മണിക്കൂർ 7.5 മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ചാർജ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഈ ഒരു കേസ് നമ്മൾ ഈ ഒരു ഫോണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫിംഗർ പ്രിൻറ്റ് സെൻസറിലോട്ട് കൈ പ്രോപ്പറായിട്ട് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യുന്നില്ല. അവിടെ ഒരു കുറച്ച് ബുദ്ധിമുട്ട് പല സമയത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു സെൻസറിൻ്റെ വിഡ്ത്ത് ഭയങ്കര കുറവാണ്. വീതി ഇച്ചിരി കൂടി വീതി ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്തേന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഫേസ് അൺലോക്ക് അതൊക്കെ അത്യാവശ്യം സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രോക്സിമിറ്റി സെൻസറും നല്ലപോലെ കോൾ വരുന്ന സമയത്ത് നമ്മൾ ചെവിട്ടിലോട്ട് വെക്കുമ്പോൾ സ്ക്രീനൊക്കെ ഓഫ് ആവുന്നുണ്ട്. ഈ GPS ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്. സോ ആ ഒരു ഏരിയയിലൊന്നും പ്രത്യേകിച്ച് നെഗറ്റീവുകൾ എടുത്ത് പറയാനായിട്ടില്ല, ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഒഴികെ. ഇനി കണക്ടിവിറ്റി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് 2 5G സിമ്മാണ് ഇടാനായിട്ട് സാധിക്കുക. 5Gയിൽ ഇടുന്ന സമയത്ത് ഒത്തിരി ബാറ്ററി ഇറങ്ങിപ്പോവുക, ഫോൺ ഹീറ്റ് ആവുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. നൈറ്റ് ഡ്രൈനിങ് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5Gയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4 മുതൽ 6% വരെ ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്നുണ്ട്. വൈഫൈയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2-3%. ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബാറ്ററി ഡ്രെയിനേജും നൈറ്റ് ഡ്രൈനിങ്ങിൽ, അതായത് ഐഡിൽ ഡ്രൈനിങ് ഇഷ്യൂ ഈ ഒരു ഫോണിൽ വരുന്നില്ല. വൈഫൈ കോളിംഗ് ഉണ്ടല്ലോ, അത് കുറച്ച് ബുദ്ധിമുട്ട് പല സമയത്തും വരുന്നുണ്ട്. കാരണം കോൾ അങ്ങോട്ട് സ്വിച്ച് ആവുന്ന സമയത്ത് ഒന്നുകിൽ കോൾ സസ്പെൻഡ് ആയി പോവുക, മ്യൂട്ടായി പോവുക, അത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. എപ്പോഴും ഇല്ല, ചില സമയത്ത്. അതേപോലെ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഫോൺ റിമോട്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. NFC-യുടെ സപ്പോർട്ട് ഈ ഒരു ഫോണിൽ വരുന്നില്ല. സോ ഒരു ആവറേജ് കണക്ടിവിറ്റി എക്സ്പീരിയൻസ് എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു വൈഫൈ കോളിംഗ് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മേ ബി കുറച്ച് നിരാശപ്പെടേണ്ടതായിട്ട് വരും. സോ അതാണ് ഇതിൻ്റെ ഒരു കണക്ടിവിറ്റിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ 6.7 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 6.79 എന്ന് പറയുമ്പോൾ വലിയൊരു ഡിസ്പ്ലേ ആണ് കേട്ടോ. ഒരു ഫാബ്ലറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഫോണാണ്. നമുക്കിവിടെ വരുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 600 നിറ്റ്സോളം മാത്രമാണ്. സോ ഡയറക്റ്റ്
ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിന്നിട്ട് നമ്മൾ കണ്ടന്റ് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ക്യാമറ യു ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലുള്ള കണ്ടന്റ് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇൻഡോറിലാണ് അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ അടിയിലാണ്, ഷെയ്ഡിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊന്നും പ്രശ്നമില്ല. ഡയറക്റ്റ് നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെയിലുണ്ടല്ലോ, അതിൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ഒരു ഇരുണ്ട അവസ്ഥ മാത്രമായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ നിന്നാണെങ്കിലും മറ്റ് OTT പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിലും HDR കണ്ടൻറ്റോ അല്ലെങ്കിൽ 4K കണ്ടൻറ്റുകളോ ഒന്നും കാണാൻ സാധിക്കില്ല. മാക്സിമം 1080 ആണ് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കുക. പിന്നെ ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ശോകമാണ് കേട്ടോ. ഇപ്പോൾ ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സോ ഡിസ്പ്ലേയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് തന്നെ അവിടെ പറയാനായിട്ടുള്ളൂ, അല്ലാതെ അതിഗംഭീര എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് സിനിമ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടന്റുകളൊക്കെ കാണുന്ന സമയത്ത് വലുതായി കാണാം. ഒരു TV എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് മാത്രം. ഇനി ഇതിൻ്റെ ഓഡിയോ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സാമ്പിൾ ഒന്ന് കേട്ട് നോക്കാം. നമുക്കിവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല കേട്ടോ, മോണോ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് വേണമെങ്കിൽ എടുത്ത് പറയാം. നമുക്കൊരു ഓഡിയോ സാമ്പിൾ കേട്ട് നോക്കാം. ഒത്തിരി ലൗഡും അല്ല, അതേപോലെ ക്വാളിറ്റിയും ഇച്ചിരി കുറവാണ്. എന്നാൽ കേൾക്കാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ നെഗറ്റീവ് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ മുകളിലുള്ള കോളിംഗ് സ്പീക്കർ ഉണ്ടല്ലോ, അത് നമ്മൾ കോൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് അത്യാവശ്യം നമ്മളുടെ സൗണ്ട് ലീക്ക് ആവുന്നുണ്ട്. അതേപോലെ സൗണ്ട് ഒത്തിരി കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയും വരുന്നുണ്ട്. സോ അതൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സൗണ്ടിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ ആ കാണുന്നതിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് തന്നെയാണ്. കാരണം സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന് പറയുന്ന പുതിയൊരു ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡേ ടു ഡേ ലൈഫിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും അങ്ങനെ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ പ്രോബ്ലം വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, ഞാനിതിൽ BGMI കളിച്ചു, അതേപോലെ ആസ്ഫാൾട്ട് ലെജൻഡ് കളിച്ചു, കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു. എല്ലാം വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ലാഗ് ആവുന്ന പ്രശ്നങ്ങൾ, ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങളോ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോൺ തരുന്നത്. ഓക്കെ, അത് മാറ്റി നിർത്തി ഇനി ഇതിൻ്റെ UI കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈപ്പർവോയ്സ് ആണ് വരുന്നത്. ആദ്യം ഫോൺ ഓണാക്കി വരുമ്പോൾ ഏകദേശം 70ഓളം പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ ഇതിലുണ്ടായിരുന്നു. സോ ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ്, ഇഷ്ടം പോലെ ആഡ്സ്, റെക്കമെൻഡേഷന്, എല്ലാ കാര്യങ്ങളും, ഗെറ്റ് ആപ്സ്, അങ്ങനെ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഹൈപ്പർവോയ്സിലേക്ക് വന്നപ്പോൾ ഇവർക്ക് ഈ ഒരു ബ്ലോട്ട്വെയർസ് അതുപോലെ ഈ ആഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഒരു വ്യത്യാസമില്ല. MIUI എങ്ങനെയായിരുന്നു അതിനേക്കാളും ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ആ ഒരു കാണാനായിട്ടൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതൊക്കെ ഒന്ന് രസമായിട്ടുണ്ടെന്ന് മാത്രം. അതല്ലാതെ ഒരു വ്യത്യാസം ഇതിൻ്റെ UIയിൽ വരുന്നില്ല. പിന്നെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ UIയിൽ വരുന്നുണ്ട്. അപ്പോൾ പല സമയത്തും ആപ്പുകൾ ഓപ്പൺ ചെയ്താൽ സ്റ്റക്കായി നിൽക്കുക, കോൾ വരുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റാതെ UI സ്റ്റക്കായി നിൽക്കുക, ക്യാമറയാണെന്നുണ്ടെങ്കിലും സ്റ്റക്കായി നിൽക്കുക. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ UIയുടെ സൈഡിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. UFS 2.2ൻ്റെ സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവാനായിട്ടും നല്ല പോലെ ലാഗായി വരുന്നുണ്ട്. നമുക്ക് ആ ഒരു 120 FPS ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്കിതിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസിൻ്റെ സൈഡിൽ വരുന്നത്. പക്ഷേ ഗെയിം കളിക്കാനുണ്ടല്ലോ അടിപൊളിയാണ്. അതെന്താണാവോ, അത് എന്ത് രീതിയാണാവോ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു UI അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മളെപ്പോഴും പറയാറുണ്ട് മെഗാ പിക്സലിൽ ഒരു കാര്യമില്ല, ഇതിൻ്റെ പ്രോസസ്സിങ്ങും ബാക്കി സോഫ്റ്റ്വെയർ സൈഡ് എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നല്ലൊരു ക്യാമറ പെർഫോമൻസ് കിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് മെഗാ പിക്സൽ കുത്തി നിറച്ചുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത്. സോ ആ ഒരു കാര്യത്തിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. കാരണം 108 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, പോരാ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്ന നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ, നമ്മളുടെ കൈ നമുക്ക് ഒരു തരത്തിലുള്ള ഷെയ്ക്കിങ്ങും ഇല്ലാതെ നല്ല പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ല ഫോട്ടോസ് കിട്ടും. അതും നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ, ഒത്തിരി ബൂസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇനി സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഓക്കെ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി ലൈറ്റ് കുറയുകയോ ലൈറ്റ് കൂടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രെയിൻസ് അല്ലെങ്കിൽ വാഷ്ഡ് ഔട്ട് ആയി പോകുന്ന ഒരു അവസ്ഥ ഇവിടെ വരുന്നുണ്ട്. ഒരു വെള്ളാമ്പിച്ചൊരവസ്ഥ ഇവിടെ പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തു. HDRൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ സ്കൈ ആണെന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പ് ചുവപ്പ് കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്നുണ്ട്. പക്ഷെ അതൊരു നാച്ചുറൽ ഫീൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ജസ്റ്റ് ഓക്കെ എക്സ്പീരിയൻസ് മാത്രമാണ്. പോർട്രേറ്റിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ച ഫീലാണ് പലപ്പോഴും കിട്ടുന്നത്. ചില സമയത്ത്
ഒരു കുഴപ്പമില്ലാത്ത ഫോട്ടോസ് കിട്ടുന്നുണ്ടെന്ന് മാത്രം. ഇനി വീഡിയോയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ 4K അത്തരത്തിലുള്ള കാര്യത്തിലോട്ടൊന്നും പോകണ്ട. നമുക്കിവിടെ മാക്സിമം ഫുൾ HD, അതായത് 1080 at 30 FPS ആണ് മാക്സിമം വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു തരത്തിലുള്ള സ്റ്റെബിലിറ്റി കാര്യങ്ങളും വരുന്നില്ല. നല്ല പോലെ ഷെയ്ക്കി ആയിട്ടുള്ള നല്ല വൈബ്രേഷനുള്ള വീഡിയോസാണ് നമുക്ക് റിയർ ക്യാമറ തരുന്നത്. സോ ഒരു ഇതിലോ ആവറേജ് എക്സ്പീരിയൻസ് തന്നെയാണ് വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴും. ഇനി വീഡിയോയുടെ കളർ ടോൺ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടൂണിംഗ് ആണ് അവിടെ വരുന്നത്. അത്രയേ ഉള്ളൂ. ഇനി 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ കുഴപ്പമില്ല, നല്ല ലൈറ്റിംഗ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് അവിടെയും കിട്ടുന്നുണ്ട്. ഇനി സെൽഫിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെയും നമ്മൾ റിയർ ക്യാമറയെ കുറിച്ച് എന്താണോ പറഞ്ഞ് അത് തന്നെയാണ്. നമുക്ക് 13 മെഗാപിക്സലിൻ്റെ ഒരു പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് ആ ഒരു ക്യാമറ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ല ലൈറ്റുള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ സ്കിൻ ടോണിലൊരു വൈറ്റ് ടോണ് കയറി വരുന്നുണ്ട്. വീഡിയോയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് മാക്സിമം 1080 ആണ്, at 30 FPS ആണ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക. ജസ്റ്റ് ഓക്കെ എക്സ്പീരിയൻസ് മാത്രം. റെഡ്മി 13ൻ്റെ സെൽഫി ക്യാമറ വീഡിയോ ഔട്ട്പുട്ട് അത് ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. സോ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഓവറോൾ കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. 15,000 രൂപയ്ക്ക് താഴെ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. നിങ്ങൾക്ക് ഒരു നോർമൽ ഫോൺ മതി എന്നുണ്ടെങ്കിൽ IQ Z9X അല്ലെങ്കിൽ വിവോ T3X ഇതിനേക്കാളും ബെറ്റർ പെർഫോമൻസ് തരുന്ന ഫോണുകളാണ് അത്. സോ അത് നോക്കുന്നതായിരിക്കും നന്നാവുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സോ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.